ബിഗ് ബോസ് മലയാളം സീസൺ 6 നാളെ നടക്കാനിരിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ലാലേട്ടൻ കണ്ടസ്റ്റൻസ് ആയിട്ട് സംസാരിക്കുക? വലിയ രീതിയിലുള്ള ചർച്ചകളോ വഴക്കുകളോ ബഹളങ്ങളോ ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു സമയത്ത് നടക്കാത്തതുകൊണ്ട് തന്നെ ലാലേട്ടൻ നാളത്തെ എപ്പിസോഡിൽ വന്ന് പൊട്ടിത്തെറിക്കുന്ന കാര്യം നിങ്ങൾ ആലോചിക്കേ വേണ്ട. അങ്ങനെ ഒരു സംഭവം നാളത്തെ എപ്പിസോഡിൽ ഇല്ല എന്ന് തന്നെയാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ലാലേട്ടൻ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു കാര്യം, ഇനി മുതൽ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഓരോ കണ്ടസ്റ്റൻസും ഗെയിം കളിക്കാൻ പോകുന്നത്. കാരണം ടീമായിട്ട് കളിച്ചു വരേണ്ട ടാസ്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. നമ്മുടെ അഭിഷേകും ഋഷിയും ജാസ്മിനും അതുപോലെ തന്നെ അർജുനും അടങ്ങുന്ന ടീമാണ് ആ ഒരു ടാസ്കിലും കാര്യങ്ങളിലൊക്കെ വിജയിച്ചത്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായ പ്രകാരം ആ ഒരു ബോണസ് പോയിന്റ് ഋഷിക്കാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ടു ഫിനാലയിൽ തീർച്ചയായിട്ടും ഋഷിക്ക് അതിൻ്റെതായിട്ടുള്ള ഉപകാരങ്ങൾ കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ലാലേട്ടൻ നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ഇത്തരത്തിൽ ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ പോകുന്ന ബിഗ് ബോസിന്റെ ഗെയിമിനെ പറ്റി ഓരോ കണ്ടസ്റ്റൻസിനോടും ഇൻഡിവിജ്വൽ ആയിട്ട് വിളിച്ചു ചോദിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ എടുത്തു ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന ചില സംഭവങ്ങൾ. അതായത് നമ്മുടെ അഭിഷേകും ജിൻഡോയും നന്ദനയും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ സമ്മർ ഇൻ ബെത്ലഹേമിലെ അവസാനത്തെ ആ ഒരു ക്ലൈമാക്സ് ഉണ്ടല്ലോ, ലാലേട്ടനും മഞ്ജു വാര്യരും അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപി എല്ലാവരും കൂടി ഒന്നിച്ചു വരുന്ന ആ ഒരു ക്ലൈമാക്സ്, അത് വളരെ മനോഹരമായിട്ട് നമ്മുടെ അഭിഷേക് ഇന്ന് ജയിലിൽ പോയ സമയത്ത് ആമിയായി വന്ന് നന്ദനയും അതുപോലെ തന്നെ ബെത്ലഹേമിലെ ഡെന്നീസായി വന്ന് ജിൻഡോയും നമ്മുടെ ലാലേട്ടന്റെ കഥാപാത്രം നിരഞ്ജനായിട്ട് അഭിഷേകും വളരെ മനോഹരമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ലാലേട്ടൻ നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് വീഡിയോ സഹിതം കാണിച്ച് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അവരത്. പിന്നീട് പ്രത്യേകിച്ച് ലാലേട്ടൻ ഇത് എടുത്തു ചോദിക്കാൻ പറ്റിയ മറ്റൊരു കണ്ടന്റുകളും ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടില്ല. ഈ വരുന്ന ബുധനാഴ്ച ലാലേട്ടൻ വന്ന് പോയതല്ലേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും വലിയ കാര്യങ്ങളൊന്നും ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചിട്ടില്ല. എന്തായാലും ലാലേട്ടന്റെ സിനിമയിൽ ആ ഒരു സ്പൂഫ് ഇവരെടുത്ത് ചെയ്തു വെച്ചത് വളരെ മനോഹരമായതുകൊണ്ട് തന്നെ ലാലേട്ടൻ അത് തീർച്ചയായിട്ടും ചോദിക്കും. ഇന്നത്തെ BB+ അത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.